നമ്മുടെ സംസ്ഥാനത്ത് അതീവ ഗുരുതരമായ മഴക്കെടുതി കാരണമുള്ള പ്രതിസന്ധിയാണ് ഈ അടുത്ത ദിവസങ്ങളിലുണ്ടായത്. ഇവിടെ തന്നെ കണ്ണൂർ ജില്ലയിലെടുത്താൽ 3 പേർക്ക് ജീവൻ നഷ്ടപ്പെടുന്ന അവസ്ഥ ഇതിനകം ഉണ്ടായിട്ടുണ്ട്. സംസ്ഥാനത്താകെ 26 പേർ മരണപ്പെടുന്ന നിലയുണ്ടായി. എല്ലാവരുടെയും വിയോഗത്തിൽ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുകയും ആദരാഞ്ജലി അർപ്പിക്കുകയും ചെയ്യുന്നു. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവരുണ്ട്. അവരുടെ ദുഃഖത്തിലും ആശങ്കയിലും പൂർണ്ണമായും പങ്കുചേരുന്നു. ദുരന്തമുഖത്ത് പകച്ചു നിൽക്കുന്ന ജനങ്ങളെയാണ് കാണാൻ സാധിക്കുക. ആ ജനങ്ങളെ ചേർത്ത് പിടിക്കാൻ കേരളമാകെ ഒറ്റക്കെട്ടായി നിൽക്കേണ്ട സമയമാണിത്. സർക്കാരിൻ്റെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് പ്രതിപക്ഷത്തിൻ്റെ പൂർണ്ണ പിന്തുണ ഉണ്ടാകും. നേരത്തെ തന്നെ അത് വ്യക്തമാക്കിയതാണ്. എന്നാൽ അതേസമയം സുരക്ഷ ഉറപ്പാക്കുന്നതിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കാതിരിക്കാൻ കഴിയില്ല. ഇവിടെ കണ്ണൂർ ജില്ലയിലെ ചെറുപുഴ, പേരാവൂർ മേഖലകളിൽ വലിയ നാശനഷ്ടമാണ് ഉണ്ടായത്. ചെറുപുഴയിൽ ജോസ്ഗിരിയിൽ ഉരുൾപൊട്ടിയുണ്ടായ റോഡ് തടസ്സം ഒരാഴ്ച വരെയായിട്ടും നീക്കാൻ കഴിഞ്ഞില്ല എന്നത് കടുത്ത അനാസ്ഥ തന്നെയാണ്. പുഴയിൽ കാണാത്തവരെ കണ്ടെത്തുന്നതിനും കാലതാമസം നേരിടുകയുണ്ടായി. നമ്മള് നൂറ്റാണ്ടിലെ മഹാപ്രളയായിരുന്നു 2018 നേരിട്ടത്. ഏകദേശം അതിന് സമാനമായ കാലവർഷക്കെടുതിയാണ് 2019 നമുക്ക് നേരിടേണ്ടി വന്നിരുന്നത്. ഇപ്പോൾ കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ വിലയിരുത്തുന്ന കാര്യത്തിലും ആവശ്യമായ മുൻകരുതലുകൾ എടുക്കുന്നതിലും ഭരണ സംവിധാനങ്ങൾക്ക് വേണ്ടത്ര ജാഗ്രതയുണ്ടായില്ല എന്ന വിമർശനം ഉയർന്നിട്ടുണ്ട്. അത് പരിശോധിക്കപ്പെടേണ്ട കാര്യമാണ്. ഇപ്പോഴത്തെ കെടുതികൾക്ക് കാരണമായ ജൂലൈ 31 അതിതീവ്ര മഴ അത് ആരംഭിച്ച ഘട്ടത്തിൽ ആവശ്യമായ മുന്നറിയിപ്പോ മുൻകരുതലുകളോ ഉണ്ടായില്ല എന്ന പ്രത്യേകതയുണ്ട്. വയനാട് തുരങ്കപാത നിർമ്മാണ മേഖലയിലുണ്ടായ ദുരന്തം ഇത്തരമൊരു അനാസ്ഥയുടെ മറ്റൊരു ഉദാഹരണമാണ്.